യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവറയിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഇളവ് ചെയ്തു എന്നുള്ള വാർത്ത ഇപ്പോൾ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് ഇപ്പോഴും വിവാദങ്ങളുണ്ട് എന്നതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടി സ്വകാര്യമായും അല്ലാതെയും പല ആളുകളും പല സംഘടനകളും വളരെ നാളുകളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യമനിലുള്ള മലയാളി സംഘടനകൾ, അതുപോലെ തന്നെ ഈ പറയുന്ന മറ്റു തരത്തിലുള്ള സഹായ സംഘടനകളൊക്കെയും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി വർഷങ്ങളായി, അനേക നാളുകളായി പലതരത്തിലുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ സംഘടനകൾ നടത്തുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെടുന്നതും അദ്ദേഹം യമനിലെ മത നേതാക്കന്മാരുമായി സംഭാഷണം നടത്തി ഈ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അദ്ദേഹം നിരന്തരമായി അവിടുത്തെ മത പുരോഹിതന്മാരുമായി ചർച്ച നടത്തിയതിൻ്റെ ഫലമായി കാന്തപുരത്തിന് അവിടുത്തെ മതപുരോഹിതന്മാർ ഒരു ധാരണ എന്ന രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാം. എന്നാൽ യമനിലെ നിയമം അനുസരിച്ച് പൂർണ്ണമായി ഈ വധശിക്ഷ ഒഴിവാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ നിമിഷപ്രിയ വധിച്ചതായിട്ടുള്ള ആളിൻ്റെ കുടുംബാംഗങ്ങൾ ഏകകണ്ഠമായി ഇവർക്ക് മാപ്പ് കൊടുക്കണം. അങ്ങനെ മാപ്പ് കൊടുത്തെങ്കിൽ മാത്രമേ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ പാടുള്ളൂ എന്നതാണ് യമൻ നിയമം അനുശാസിക്കുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് മണി എന്ന് പറയുന്ന ഒരു പ്രതിഫലം കൂടെ കൊടുക്കാൻ ഈ നിമിഷപ്രിയ ബാധ്യസ്ഥയാണ് അവിടുത്തെ ചട്ടങ്ങൾ അനുസരിച്ച്. അപ്പോൾ അത്തരം സങ്കീർണമായ വിഷയങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ അവിടുത്തെ മത നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതെന്നും അക്കാര്യത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ചയും ധാരണയും ഉണ്ടായി എന്നും ആവർത്തിച്ച് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ കുറച്ച് ദിവസങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരർത്ഥത്തിൽ കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഒരുപാട് ആശ്വാസം നൽകുന്നതായ സൂചനകളാണ് കുറേ ദിവസങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരത്തിൻ്റെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പോസ്റ്റിലൊക്കെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി എന്ന് ഖണ്ഡിതമായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം ഈ യമനിലെ ഒരു കുറ്റം ചെയ്ത ഒരു പ്രതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ആ വധശിക്ഷയിൽ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ ഉണ്ടാവുകയോ വല്ലോ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും യമനിലെ സർക്കാർ ഇന്ത്യ ഗവൺമെന്റിലെ നയതന്ത്രമായ മാർഗങ്ങളിലൂടെ അറിയിക്കുക എന്ന് പറയുന്ന ഒരു പരസ്പര ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് വിദേശകാര്യ വകുപ്പ് പറയുന്നത് ആ തരത്തിൽ ഈ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ ഒഴിവാക്കിയതായി ഔദ്യോഗികമായി ഒരറിയിപ്പും കിട്ടിയിട്ടില്ല. ഇവിടെയാണ് യഥാർത്ഥത്തിൽ പ്രശ്നം സങ്കീർണമാകുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ ആവർത്തിച്ചു പറയുന്നു, നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന്. അതിനിടയിലാണ് കൗതുകകരമായ മറ്റൊരു സംഭവം നടക്കുന്നത്. അദ്ദേഹം എക്സിൽ കൊടുത്തതായിട്ടുള്ള പോസ്റ്റ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ കൂടുതൽ ആശയക്കുഴപ്പമുണ്ടായി പൊതുസമൂഹത്തിൽ. ഡിലീറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യത്തെ നിലപാടിൽ നിന്ന് പിന്നാക്കം പോയി എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയനുസരിച്ച് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ, കാന്തപുരം മുസ്ലിയാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം നൽകിയതായിട്ടുള്ള പോസ്റ്റിംഗ് ഒരു കാരണവശാലും അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഓഫീസോ ഡിലീറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് ഏജൻസിയാണ് ഡിലീറ്റ് ചെയ്തത്, അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നും അതിന്റെ ഫലമായി വധശിക്ഷ ഒഴിവായി കിട്ടിയെന്നുമുള്ള ഒരു വാർത്ത ഇപ്പോഴും സജീവമായി നിലനിൽക്കുകയാണ്. ഇവിടെ കാണേണ്ട ഒരു രാഷ്ട്രീയ വശം, ബഹുമാനപ്പെട്ട കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവായി കിട്ടിയെന്നുള്ളത് അംഗീകരിക്കാൻ പല കാരണങ്ങളാൽ ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റിനും അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സംഘടനകൾക്കും മാനസികമായ തയ്യാറെടുപ്പ് ഉണ്ടായില്ല എന്ന് വന്നേക്കാം.
അതിൻ്റെ കാരണങ്ങൾ നിരവധിയാണ്. പ്രത്യേകിച്ച് RSS പോലെയുള്ള സംഘടനകൾ, സംഘപരിവാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വലിയ ഭീകര വേഷം അണിഞ്ഞുകൊണ്ട് രംഗത്ത് നിൽക്കുന്ന ബജ്രംഗ് ദൾ തുടങ്ങിയ സംഘടനകളൊന്നും കാന്തപുരത്തിന്റെ ഇടപെടലിൽ സന്തോഷമുള്ളവരല്ല എന്ന കാര്യം പരമമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടുകൂടി ആകണം കാന്തപുരത്തിന്റെ ഇടപെടലിനെ ചെറുതായി കാണാൻ അവർ ബോധപൂർവം ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കാന്തപുരം അവകാശപ്പെടുന്നത് പോലെ വധശിക്ഷയിലുള്ള ഇളവ് യഥാർത്ഥത്തിലുള്ളതല്ല എന്ന് പ്രചരിപ്പിക്കാൻ ഈ കേന്ദ്ര സർക്കാരും അവരോട് ചേർന്ന് നിൽക്കുന്ന സംഘടനകളും വ്യക്തികളും ശ്രമിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താനാവുകയില്ല. ഇവിടെ ആത്യന്തികമായി ജനങ്ങൾ, പൊതുസമൂഹം, ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ്. അത് ഏത് മാർഗത്തിൽ ആരുടെ ഇടപെടൽ കൊണ്ടാണ് ഒഴിവായത് എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. ഒന്നാമത്തെ വിഷയം നിമിഷപ്രിയയ്ക്ക് ഈ ഇളവ് ലഭിക്കണം. അതിനാവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾ ആര് നടത്തിയാലും അതിനെ ആദരിക്കണം. അതിൻ്റെ ക്രെഡിറ്റ് ആരെടുക്കുന്നു എന്നതല്ല ഇവിടെ പ്രധാനമായ വിഷയം. ഒരു മനുഷ്യന്റെ ഒരു ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന ഉദാത്തമായിട്ടുള്ള ഒരു ധർമ്മമാണ് ഇവിടെ നിറവേറ്റപ്പെടുന്നത്. അത് ഞങ്ങളുടെ ശ്രമം കൊണ്ടാകണം, നിങ്ങളുടെ ശ്രമം കൊണ്ടാകരുത് എന്നൊക്കെ പറയുന്നത് വളരെ തരംതാണ, വില കുറഞ്ഞതായ ഒരു തരം ഇടപാടാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ്. അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ ഗവൺമെന്റ് വിദേശകാര്യ വകുപ്പ് ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ ശ്രമിക്കുകയും ഇങ്ങനെ ഒരു വധശിക്ഷ ഒഴിവാക്കുന്നതിന് ആരുടെയെങ്കിലും മധ്യസ്ഥന്മാർ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് രാഷ്ട്രീയമോ സാമുദായികമായ ചിന്തകളോ മതപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും രംഗത്ത് കൊണ്ടുവരാൻ അനുവദിക്കാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ആത്മാവിനെ രക്ഷിക്കുക, ജീവനെ രക്ഷിക്കുക എന്ന പരമമായ അത്യുദാത്തമായിട്ടുള്ള ലക്ഷ്യമായിരിക്കണം ഈ എല്ലാ കൂടിയാലോചനകളുടെയും പിന്നിൽ എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും ധാർമ്മികമായി നിലനിൽപ്പുള്ളതും. അതുകൊണ്ടൊരു ധാർമ്മികമായ ഒരു വിഷയമെന്ന രീതിയിൽ ഇതിനകത്ത് ഇടപെടുന്ന ആളുകളെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുകയും അവരിൽ മറ്റു തരത്തിലുള്ള ദുരാരോപണങ്ങൾ ആരോപിക്കാതെ അല്ലെങ്കിൽ ദുഷ്ടലാക്കുകൾ ഉണ്ട് എന്ന് പ്രചരിപ്പിക്കാതെ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ആരായാൻ ശ്രമിക്കുകയാണ്, കൂട്ടായി ശ്രമിക്കുകയാണ് വേണ്ടത്. ഒരുപക്ഷെ അവിടുത്തെ മനുഷ്യകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന യമനിലെ സംഘടനകൾ, മലയാളി സംഘടനകൾ, ഇന്ത്യ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവർ, അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ നടത്തുന്ന ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റും വിദേശകാര്യ വകുപ്പും കഴിയുന്നിടത്തോളം ഇടപെട്ട് ഈ നിമിഷപ്രിയയുടെ ജീവൻ ഏതെങ്കിലും മാർഗത്തിലൂടെ രക്ഷിക്കാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അവിടെ ഈ തരത്തിലുള്ള ചെറിയ ചെറിയ ദുരഭിമാന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലും നേട്ടമുണ്ടാക്കുമോ എന്നുള്ള ആ തരത്തിലുള്ള ചിന്തകളൊക്കെ വളരെ വളരെ നിലവാരമില്ലാത്തതാണ്, വളരെ ബാലിഷ്യമാണ്. അതിൽ നിന്നൊക്കെ സർക്കാരും സംഘടനകളും സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരും പിന്മാറണം. കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഫലമായി ഒരു ഇന്ത്യയിലെ ഒരു പൗരയുടെ ജീവൻ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ ഭരണകൂടവും ഇതിനകത്ത് ഇടപെടുന്ന മധ്യസ്ഥന്മാരും തയ്യാറാകണം. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും പ്രാർത്ഥിക്കുന്നതും.